സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായകരമായ ചില വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് സെക്കൻഡ് ഫോം. ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക, വെർബിൻ്റെ പ്രവൃത്തിയുടെ ഫസ്റ്റ് ഫോമായിട്ട് ഉപയോഗിക്കും. അതുപോലെ സ്വാധീനം നൗണായിട്ടും ഇൻഫ്ലുവൻസ് തന്നെയാണ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ പഠിച്ച ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പറയുക എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ ഈ മലയാളം സെൻറ്റൻസുകൾ എഴുതിയെടുക്കുക. അതിനുശേഷം എന്താണോ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ സ്വയം അത് കണ്ടുപിടിക്കുക. നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിത് ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇനി നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ മലയാളം സെൻറ്റൻസുകളെല്ലാം എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് കണ്ടുപിടിച്ച് നിങ്ങൾക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ മലയാളവും ഇംഗ്ലീഷും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക, അതിനുശേഷം മാത്രം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. ചീത്ത സുഹൃത്തുക്കൾ നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. മാതാപിതാക്കൾ എൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു. അവൻ ജോലി നേടാൻ അവൻ്റെ സ്വാധീനം ഉപയോഗിച്ചു. കൺവീൻസ്, പറഞ്ഞു മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. പറഞ്ഞു മനസ്സിലാക്കി, ബോധ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ കൺവീൻസ്ഡ്. കൺവിക്ഷൻ നൗണ്, ദൃഢനിശ്ചയം എന്നും പറയാം. ശിക്ഷാവിധിക്കും കൺവിക്ഷൻ എന്ന് പറയും. മലയാളം സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ആ കഥ സത്യമാണെന്ന് അവൻ എന്നെ വിശ്വസിപ്പിച്ചു. അവൾ തൻ്റെ പ്രോജക്റ്റിനെക്കുറിച്ച് വലിയ ദൃഢവിശ്വാസത്തോടെ സംസാരിച്ചു. മോഷണക്കുറ്റത്തിനായിരുന്നു അവൻ്റെ ആദ്യത്തെ ക്രിമിനൽ ശിക്ഷ. ഇഗ്നോർ, അവഗണിക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അവഗണിച്ചു, ഇഗ്നോർഡ്, വെർബിൻ്റെ സെക്കൻഡ് ഫോം. ഇനി നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അറിവില്ലായ്മ, വിവരമില്ലായ്മ, ഇഗ്നോറൻസ്. അറിവില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, ഇഗ്നോറൻറ്റ്. അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്താണ്, അഡ്വർബ് എന്താണ് എന്ന് വിശദമായി പഠിക്കാൻ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. മലയാളം സെൻറ്റൻസുകൾ എന്താണെന്ന് നോക്കാം. അവൾ മനഃപൂർവ്വം അവനെ അവഗണിക്കാൻ ശ്രമിച്ചു. അവൻ മുന്നറിയിപ്പ് അവഗണിച്ച് ഡ്രൈവിംഗ് തുടർന്നു. സുരക്ഷാ നിയമങ്ങൾ അവഗണിക്കരുത്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരു ഒഴിവ് കഴിവല്ല. ഇമ്പോസ്, അടിച്ചേൽപ്പിക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അടിച്ചേൽപ്പിച്ചു, വെർബിൻ്റെ സെക്കൻഡ് ഫോം, ഇമ്പോസ്ഡ്. പുതിയ നികുതികൾ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചു. അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുമത്തുക എന്നർത്ഥം. എൻ്റെ അഭിപ്രായം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോക്ക്ഡൗൺ സമയത്ത് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൺവിക്റ്റ്, ശിക്ഷിക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ശിക്ഷിച്ചു, വെർബിൻ്റെ സെക്കൻഡ് ഫോം, കൺവിക്റ്റഡ്. ഇനി കുറ്റവാളിക്ക് നൗണായിട്ട് കൺവിക്റ്റ് എന്ന് തന്നെയാണ് പറയാം. അമിത വേഗതയിൽ വാഹനമോടിച്ചതിന് പോലീസ് അവളെ ശിക്ഷിച്ചു. വഞ്ചനാ കുറ്റത്തിന് കോടതി അവനെ ശിക്ഷിച്ചു. തടവുകാരൻ, അതായത് കുറ്റവാളി, കഴിഞ്ഞ രാത്രി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായകരമായ ചില വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം.
സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.